ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓഫ് ക്യാമ്പസ് 7ഉം 8ഉം എപ്പിസോഡ് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സീസൺ 1 ഫിനിഷ്ഡ്. ഇനി അടുത്ത സീസൺ ഏത് വർഷം വരുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ചാനലിലെ ലാസ്റ്റ് വീഡിയോ ഓഫ് ക്യാമ്പസിനെ പറ്റിയുള്ളത് ഇതാണ്. ഇനി എനിക്കിതിനെ പറ്റി വീഡിയോസ് ഇറക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഫിനാലെ 7ഉം 8ഉം എപ്പിസോഡ് കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നി ഇറ്റ്സ് എ ഗുഡ് സീരീസ്. ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സീരീസ്. അടിപൊളിയാണ്. ഇൻ ടേംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അഭിനയം കൊള്ളാം, കഥയുണ്ട്, ചുമ്മാ ഫണ്ണ് അത് മാത്രമല്ല, ബട്ട് സ്റ്റിൽ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, ഗ്ലാമർ ഉണ്ട്. ഇറ്റ്സ് കുറച്ച് ഫാൻറ്റസിയാണ്. ഇതൊരു ഒറിജിനൽ ടൈപ്പ് ഒന്നുമല്ല. ഇവരെല്ലാവരും മേക്കപ്പ് ഇട്ടാണ് ജനിച്ചത്, മേക്കപ്പ് ഇട്ടാണ് എഴുന്നേക്കുന്നത്. അത് തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇതാണ് ഇവർ കാണിക്കുന്ന ലോകം, ഈ ഒരു ഫാൻറ്റസി ലോകം. ഈ ലോകത്ത് ഇവരിങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇതൊരു കുറച്ച് ഫാൻറ്റസി ചേർന്ന ഒരു, നമ്മുടെ ഹിന്ദി പടങ്ങളൊക്കെ കാണൂലേ, മറ്റേ കരൺ ജോഹറിൻ്റെ അതേപോലത്തെ ഒരു സീരീസ്. ബട്ട് ഇതിന് കഥയുണ്ട്, ഇതാണ് ഡിഫറൻസ്. ഇറ്റ്സ് എ ഗുഡ് സീരീസ്. 7ഉം 8ഉം എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ മെയിൻലി എന്ന് പറയുന്നത്. ഐ റിയലി ലൈക്ക് ദി സ്റ്റോറി അറ്റ് ദി എൻഡ്. കുറച്ച് ഹാർഡ് ഹിറ്റിംഗ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, വെരി വെരി ടച്ചിങ്. കാരണം എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളത്. 7 വന്നപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോറി എങ്ങാടാണ് പോകുന്നത്. ലൈക്ക് ആ ഒരു ഇഷ്യൂവിന് ശേഷം ഈ ചെക്കൻ അവൻ്റെ ഗെയിം കളിക്കാൻ പോകുമ്പോൾ അവൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്താണെന്ന് നമുക്കറിയാം. ഇത് ഫൈനലി ഫേസ് ചെയ്യേണ്ടി വരും. ഈ പെണ്ണും ഫേസ് ചെയ്യേണ്ടി വരും, ഈ ചെക്കനും ഫേസ് ചെയ്യേണ്ടി വരും. സ്പോയിലറായിട്ട് ഞാൻ അധികം പറയുന്നില്ല, ബട്ട് സ്റ്റിൽ സ്പോയിലർ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ പെണ്ണ് എടുത്ത സ്റ്റാൻഡ്, ലൈക്ക് ഇവൻ്റെ പെർസെപ്ഷനിൽ, ഇവൻ്റെ വ്യൂ പോയിന്റിൽ നോക്കാം, ഈ പെണ്ണിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കാം. ഇവൻ്റെ വ്യൂ പോയിന്റിൽ ഇറ്റ്സ് ക്ലിയർ, അവൻ എന്തായാലും ഇടിക്കും. ഓബ്വിയസ്ലി അവന് ഇതറിയുമ്പോൾ, അവനാണ് എന്നറിയുമ്പോൾ അവൻ ഓബ്വിയസ്ലി ആയിട്ട് ഇടിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ പെണ്ണിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഇതിനു മുമ്പ് പല സിനിമകളിലും സീരീസിലും മിസ്സായിട്ടുണ്ട്. മേജറായിട്ട് കാണിക്കുന്നത് വെച്ചാൽ എൻ്റെ പെണ്ണിന് വേണ്ടി ഇടിക്കുന്ന നായകൻ, അവൻ്റെ വ്യൂ പോയിന്റിലാണ് എല്ലാവരും കാണിക്കുന്നത്. എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്ന നായകൻ, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അത് ഈ പെണ്ണ് മറക്കാൻ സംഭവിക്കുന്ന ഒരു കാരണമെന്നും, എന്നിട്ട് അതൊരു വലിയൊരു ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടൊരു കംബാക്ക് നടത്തി. ആ ഒരു സംഭവം അതെല്ലാം വിട്ടുപോയി കുറേ നാൾ കഴിഞ്ഞെങ്കിലും അതൊരു വലിയൊരു ആഘാതത്തിൽ, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ രൂപത്തിൽ അത് വീണ്ടും തിരിച്ചു വന്നു. അത് ഇത്ര ഹാർഡ് ഹിറ്റിംഗ് ആണെന്നുള്ള കാര്യം അത് സീരീസ് എഴുതി കാണിച്ച്, ലൈക്ക് എഴുതി എന്ന് പറയുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണിച്ച്, ആ പെണ്ണ് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞ്. ലൈക്ക് റിയൽ ലൈഫ് ആൾക്കാർ അത്ര എക്സ്പ്രസീവ് അല്ല, ബട്ട് ഇൻ സീരീസ് ഇത് മുഴുവനായിട്ടും നമ്മളോട് പറയാണ് ഈ പെണ്ണിന് ശരിക്കും എന്താണ് ആ നിമിഷത്തിൽ എന്താണ് തോന്നിയതെന്നും, ഈ പെണ്ണ് എന്തുകൊണ്ട് ഇതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കി എന്നുള്ളതും, ഇത് വീണ്ടും വരാതിരിക്കാനും, അല്ലെങ്കിൽ ഇത് നിന്നിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് എത്ര ഹേർട്ടായി എന്നുള്ള കാര്യം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വളരെ ഒരു സീനായിരുന്നു. ലൈക്ക് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനായിരുന്നു. അതിൽ നിന്ന് തന്നെ ഒരു ആ ഒരു സംഭവം സംഭവിച്ച്. അതൊരു ഗുഡ് എൻഡിങ് ആയിരുന്നു ആ ഒരു എപ്പിസോഡിന്. ആൻഡ് ഓൾസോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇവരുടെ സ്റ്റോറി അടിപൊളിയായിട്ടുള്ള സ്റ്റോറിയാണ്. ബട്ട് എനിക്കിഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവൻ്റെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയുടെ സ്റ്റോറി ലൈനിൽ ശോകമായി വന്ന് നിൽക്കുകയാണ്. ലൈക്ക് ഇത് എൻഡിങ് ഞാൻ പറയാം, ബട്ട് സ്റ്റിൽ ആ ഒരു പെണ്ണിനെയും കൂടി കാണേണ്ടി വന്ന്, ഒരു സിനിമാ നടിന, ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെണ്ണ്. അങ്ങനത്തെ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണിന്റെ ഗ്രാഫ് താഴ്ന്നു പോയി. പക്ഷെ ആ പെണ്ണിന്റെ ഒരു ക്യാരക്ടർ മുഴുവനായിട്ടും കൊണ്ടുപോയി കളഞ്ഞില്ല. ബട്ട് സ്റ്റിൽ ഈ സിനിമാ നടി എനിക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഈ പെണ്ണിനെ പൊളിയണേന്ന്. അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ സ്വഭാവം, അത് പെണ്ണ് പറഞ്ഞ രീതിയും, ചുമ്മാ പോയി അങ്ങോട്ട് ചുമ്മാ പോയി എന്താ കുഴപ്പം, നീ പോയില്ലേ, അവൻ പോയല്ല, നിനക്ക് ചെയ്യാലോ എന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെണ്ണുമ്പുള്ള. ആ പെണ്ണുമ്പുള്ള മിക്കവാറും സിംഗിൾ ആയിരിക്കും, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആ പെണ്ണുമ്പുള്ളക്ക്. എന്നിട്ട് ആ ഒരു സ്റ്റോറി ലൈൻ പിന്നെ ക്ലൈമാക്സിൽ വന്നത് അടിപൊളിയായിരുന്നു. അതൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു സാധനം വരുമെന്ന്. അതിലൂടെ തന്നെ സെക്കൻഡ് സീസണിന്റെ ഒരു വലിയൊരു ഹുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ കഥ കാണാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ആ ചെക്കൻ, ആ ഒരു ലൈക്ക് പ്ലേ ബോയ് മവാനി, ആ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു ട്വിസ്റ്റ്, അവൻ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്, ഇല്ല എനിക്കിതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയണ ഇല്ല, ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത്. ആ ഒരു സംഭവം കൊള്ളാം. ലൈക്ക് നീ ഇത് ചെയ്തേ പറ്റൂ, കാരണം ഞാൻ ഇത് ചെയ്ത്, പക്ഷേ നീ ഇത് ചെയ്താലേ എനിക്കിത് ഒരു ഉറപ്പുണ്ടാവുള്ളൂ നമ്മൾ തമ്മിലൊന്നുമില്ലെന്ന്. അപ്പോൾ ആ ഒരു കെമിസ്ട്രിയോ, ആ ഒരു സംഭവം, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഡെഫിനറ്റ്ലി സെക്കൻഡ് സീസണിൽ ഇവരുടെ
ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ നമ്മുടെ മെയിൻ 2 ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർക്ക് ദേഷ്യമായിരുന്നു തമ്മിൽ, എന്നിട്ട് അവരൊരു ഫേക്ക് കാണിക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈനിനെ പോലെ ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻ അടുത്ത സീസണിൽ കാണാൻ കഴിയും. പിന്നെ ആ ഒരു എൻഡിലെ ഒരു കൺഫ്യൂഷൻ, ആ ഒരു സീൻ ഞാൻ കൂടുതൽ പ്രാവശ്യം വീണ്ടും ലൂപ്പായിട്ട് കണ്ടു. കാരണം നല്ല രസമായിരുന്നു ആ ചെക്കൻ വന്നിട്ട് പിടിച്ചിടിച്ചത്. അപ്പോൾ അത് നല്ല രസമാണ്. സോ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവം നന്നായിട്ട് ചെയ്തു. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ സീസൺ ഉണ്ട്. ലൈക്ക് സീസൺ അല്ല, ഇങ്ങനത്തെ കുറേ എപ്പിസോഡും അല്ല, ഇങ്ങനത്തെ കുറേ സീരീസ് കുറേ ഉണ്ട് ആമസോൺ പ്രൈമിൽ. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അടിയിലോട്ട് കുറേ റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. ഇതേപോലത്തെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കുറേ സീരീസ് വരും, സിനിമ വരും. മൈ ഫോൾട്ട്, യുവർ ഫോൾട്ട്, യവർ ഫോൾട്ട്, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ വരും. പക്ഷെ അതിലെല്ലാത്തിലും ഇല്ലാത്ത ഒരു കാര്യം ഇതിലുണ്ട്. സ്റ്റോറി ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ഇമോഷൻസ് ജെനുവിനാണ്. ലൈക്ക് ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഉണ്ട്, ഒരു കഥ പറയാനുണ്ട്. സോ ഡെഫിനറ്റ്ലി മറ്റു സംഭവങ്ങളിൽ നിന്ന് ഫ്ലാഷി റൊമാൻറ്റിക് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിരുമ്പോൾ മിസ്സായി പോകുന്നത് ഇതേപോലത്തെ ഒരു സ്റ്റോറി ലൈനാണ്. ലൈക്ക് 10 Things I Hate About You അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിലൊരു നല്ലൊരു അടിപൊളി കണ്ടന്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കണ്ടന്റാണ് ഇതിന് ശരിക്കും അടിപൊളിയാക്കുന്നത്. എന്തിനും അടിപൊളിയാക്കുന്നത്. അപ്പോൾ ഇതിനും അടിപൊളിയാക്കുന്നത് കണ്ടന്റ് തന്നെയാണ്. ഓഫ് ക്യാമ്പസ് വാസ് റിയലി ഗുഡ്, വെരി എൻ്റർടൈനിങ്. കുറേ പോരായ്മയൊക്കെ ഉണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി വർത്ത് ദ വാച്ച് തന്നെയാണ് ഓഫ് ക്യാമ്പസ്. ആൻഡ് ഓഫ് കോഴ്സ് ക്ലൈമാക്സിൽ എനിക്ക് ആ ഒരു കാര്യം കൂടി പറയണം. ആ ഒരു കൂട്ടുകാരിയും തമ്മിലുള്ള ഒരു കാര്യം അവർ സംസാരിച്ചപ്പോൾ എനിക്കത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞത്. ആ ഒരു ഐഡിയ കൊള്ളായിരുന്നു. കാരണം അവൾ അപ്പം തന്നെ അറിയുമ്പോൾ ഓക്കെ അറിഞ്ഞിട്ട് അതിനെ മേ ബി കെട്ടിപ്പിടിച്ച് അതൊക്കെ അങ്ങനെ സോർട്ടായി പോകും. പക്ഷേ അവൾക്ക് നേരത്തെ അറിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ത്രൂ ഔട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ മനസ്സിലാവും വൈ ഷീസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കും ഇതേപോലെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. ബിക്കോസ് ഷീ വാസ് റിയലി ഗുഡ്. സാധാരണ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ, എസ്പെഷ്യലി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൽ കുറേ ഈഗോ പരിപാടികളൊക്കെ കാണാറൊക്കെ ഉണ്ട്, മെയിൽ ഫ്രണ്ട്ഷിപ്പിലും ഉണ്ടാകാറൊക്കെ ഉണ്ട്. സോ ഇതൊരു വളരെ ഒരു ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ ആണെന്ന് പറയാം. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവളുണ്ടാവും, ഇവൾക്ക് പ്രശ്നം വന്നാൽ അവളുണ്ടാവും. അല്ലാതെ നീ മെയിന്നടി ഞാൻ മെയിന്നടി, അല്ലെങ്കിൽ നീ സപ്പോർട്ടിങ് ഞാൻ സപ്പോർട്ടിങ്, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈഗോ പരിപാടി ഈ സംഭവത്തിൽ കണ്ടില്ല. സോ ഇത് വാസ് റിയലി ഗുഡ്, ഡിഫറെൻറ്റ്. ആൻഡ് യാ, ദാറ്റ്സ് മൈ റിവ്യൂ ഫോർ ഓഫ് ക്യാമ്പസ്. ബൈ.